Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമ്മളിപ്പോ ഡയാലിസിസ് സർവീസ് ചാപ്റ്ററിൽ എവിടെ വരെയാണ് ക്ലാസ്സിൽ എടുത്തേ? Hemodialysis after effects. ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് കംപ്ലീറ്റ് ആണ് അല്ലേ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാ? ഒരു 2 പോയിന്റ് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. എന്താണ് 2 സൈഡ് എഫക്ട്സ് ഒന്ന് പറഞ്ഞേ. Blood pressure കുറയുന്ന അവസ്ഥ ഉണ്ടാവും. Hypertension in blood pressure. Blood pressure. Blood loss. Weakness, stoppage in your vascular access. Stoppage in the vascular access site. Muscular spasms. Muscular spasms. ഇത്രയും നമ്മുടെ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് PD അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. 2 പോയിന്റ് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വണ്ണാണ് ഹെർണിയ. ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം, ആന്ത്രവീക്കം എന്നൊക്കെ പറയാം. ഹെർണിയയുടെ മലയാളം പേരുകളാണ് പറയുന്നത്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ, നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ മസിൽസിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശേഷി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓഫൺ പ്രസന്റിംഗ് ആസ് എ ലംബ് ഓർ സോളൻ. എന്താണ് ലംബ് എന്ന് പറഞ്ഞാല് മുഴകള് പോലെയോ അല്ലെങ്കിൽ സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ വീർത്ത പോലെയോ ഒക്കെ കാണപ്പെടുന്നു. ഇപ്പൊ വീക്ക്നെസ്, ഇപ്പൊ നമ്മുടെ അബ്ഡോമിനൽ മസിൽസില് വീക്ക് ആവുന്ന സമയത്ത് ആ അബ്ഡോമിനൽ മസിൽസിനുള്ളിലായിട്ടാണ് നമ്മുടെ എല്ലാ ഇന്റേണൽ ആയിട്ടുള്ള ആന്തരിക അവയവങ്ങളും ഉള്ളത് അല്ലെ. അപ്പൊ ആ അബ്ഡോമിനൽ ഭാഗത്തുള്ള ഈ മസിൽസ് വീക്ക് ആവുന്നത് വഴി ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഹെർണിയ. അങ്ങനെ പുറത്തേക്ക് ആ ഒരു മസിൽസിനുള്ളിൽ നിന്ന് തള്ളി പുറത്തേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് മുഴകൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീങ്ങിരിക്കുന്ന അല്ലെങ്കിൽ വീർത്തിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പുറമേ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഹെർണിയ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ള ആളുകൾക്ക് ഹെർണിയ വരാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? എന്തായിരിക്കും അതിനൊരു കാരണം? ആ റീസൺ അനുസരിച്ച് നോക്കി പഠിക്കാമല്ലോ. നമുക്ക് മനസ്സിലാക്കി എന്തുകൊണ്ടാ ഹെർണിയ വരാനുള്ള ചാൻസ് എന്താണ് കൂടുതൽ? ഒന്ന് പറഞ്ഞു നോക്കി. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താന്ന് മനസ്സിലാക്കിയവർക്കാണെങ്കിലും അത് കുറച്ചും കൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഹെർണിയ വരുന്നത്? അവിടുത്തെ ആ മസിൽസിന് എന്തുകൊണ്ടാ പറ്റിയ ഒരു മസിൽസ് വീക്ക് ആവാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്? എന്താ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, ആ പ്രോസസ് എങ്ങനെയാ, എവിടെയൊക്കെയാ ചെയ്യുന്നത്, അതിനനുസരിച്ച് വരുന്ന സൈഡ് എഫക്ട്സ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് അറിഞ്ഞ ഒരാൾക്ക് ഹെർണിയ എന്തുകൊണ്ടാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ നിങ്ങള്. ആർക്കും മനസ്സിലായില്ല? ആർക്കും അറിയില്ല എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? പെരിറ്റോണിയൽ ഡയാലിസിസ് ക്ലിയർ ആയിരുന്നോ? പഠിപ്പിച്ചപ്പോ ക്ലിയർ ആയിരുന്നോ? വെരി ഗുഡ്. സൊല്യൂഷൻ അബ്ഡോമിനൽ പാർട്ടിലൂടെയാണ് കടത്തി വിടുന്നത് അല്ലെ. പെരിറ്റോണിയൽ ഡയാലിസിസില് നമ്മൾ അവിടെ പറഞ്ഞു അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഒരു ബെല്ലി ഏരിയയില് കത്തീറ്റർ പ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെ, അവിടുത്തെ ആ ഒരു അബ്ഡോമിന്റെ ആ ഒരു ലൈനിങ്ങിനെ ആണ് നമ്മൾ ഫിൽറ്റർ ആക്കി മാറ്റി അങ്ങനെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ
അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ അവിടുത്തെ ആ ഒരു മസിൽസ് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് എന്ത് ചെയ്യും, വീക്കാവും അല്ലെ. അങ്ങനെ വീക്കാവുമ്പോഴാണ് ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ കണക്ട് ചെയ്ത് അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറന്നുപോയില്ല കേട്ടോ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് അത് എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് വരാനായിട്ടുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിച്ച് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ എപ്പോഴും അബ്ഡോമിനൽ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിലാണ് അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്യുന്നത് അല്ലെ. കത്തീറ്ററൈസേഷൻ ചെയ്യുന്നതും അതിലൂടെയാണ് ആ സൊല്യൂഷൻസ് കടത്തിവിട്ട് അവിടുത്തെ ആ ഒരു അബ്ഡോമിനൽ ലൈനിങ് ആണ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുന്നത് വഴി അവിടുത്തെ ആ ഒരു അബ്ഡോമിനൽസിന്, ആ മസിൽസിന് അവിടുത്തെ വീക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മസിൽസ് വീക്ക് ആവുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ആന്തരിക അവയവങ്ങൾ, ഇൻറ്റസ്റ്റൈൻ പോലുള്ളവർക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അത് മുഴകൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീർത്തിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. ആ ഒരു അവസ്ഥയാണ് ഹെർണിയ, അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. കുടലിറക്കം അല്ലെങ്കിൽ ആന്ത്രവീക്കം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, രണ്ടാമത്തതായിട്ട് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് വെയിറ്റ് ഗെയിൻ, വെയിറ്റ് കൂടാ. അപ്പൊ വെയിറ്റ് കൂടുന്നതും ഒരു ഹെർണിയ അല്ല, വെയിറ്റ് കൂടുന്നതും ഹെർണിയയും എന്തിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റിൽ വരുന്നതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ വരുന്നതാണ് കേട്ടോ. രണ്ടെണ്ണം കിട്ടിയോ? ആ സൈഡ് എഫക്ട്സുകൾ ക്ലിയർ ആയോ എല്ലാത്തിന്റെയും, രണ്ടിന്റെയും? ഓക്കെ. Even though these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with untreated kidney failure. ഇങ്ങനെയുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ്, കുറച്ച് പേടിപ്പെടുത്തുന്നതാണ് അല്ലെ, പേടി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും ഈ ഒരു കിഡ്നി ഫെയിലിയർ ഉള്ള ഒരു വ്യക്തി അവരതിനെ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ ഇരിക്കുന്ന അപ്പോഴുണ്ടാകുന്ന ഒരു അപകട സാധ്യത മുൻനിർത്തി നോക്കുമ്പോൾ ഇതെന്താണ്, അത്ര വലിയതായിട്ടുള്ള പേടിപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ചിലതൊരു പോസിബിലിറ്റി ആണ് അല്ലെ, എല്ലാവർക്കും ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്ന് കരുതി ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ് ആണ്, ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഉണ്ടാവും എന്ന് മുൻകരുതൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റുകൾ ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്ററിനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Dash is a clinical establishment that treats the patients with renal failure അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ. റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാറുണ്ട്, ഡാഷ് സെന്റർ ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. Then sometimes patients with normal renal functions also need hemodialysis like patients with some poisoning. അല്ലെ, ചിലപ്പോ ഒരാള് അവരുടെ ആ ഒരു അത്രയും നേരം ഇത് വളരെ നോർമൽ ആയിട്ട് അവരുടെ റീനൽ ഫങ്ഷൻസ്, കിഡ്നി ഫങ്ഷൻസ് വളരെ നോർമൽ ആയിട്ട് നടത്തുന്ന ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഹീമോഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അതാണ് പേഷ്യൻസ് വിത്ത് സം പോയിസണിങ് ഒക്കെ ചെയ്ത്, അതായത് സ്നേക്ക് ബൈറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോയിസൺസോ ഒക്കെ ശരീരത്തിൽ വന്ന് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് കിഡ്നി പെട്ടെന്ന് എന്താവും, ഫങ്ഷൻ പ്രവർത്തനം നിലച്ചു പോവാനും അതിനനുസരിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ചില സമയത്ത് ഹീമോഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ഉടനടി ആവശ്യമായിട്ട് വരാറുണ്ട്. അതായത് അത്രയും നേരം അവരൊരു നോർമൽ ആയിട്ടുള്ള കിഡ്നി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, എന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പോയിസൺസ് പോലുള്ള കേസ് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഒരു ഡയാലിസിസ് സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then the dialysis center may act either or both inpatients and outpatient. ഡയാലിസിസ് സെന്റർ ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട്പേഷ്യന്റ് ആയിട്ടും രണ്ട് രീതിയിലും ആക്ട് ചെയ്യുന്നുണ്ട്. Relying on the medical facility type and may provide self-dialysis training and for peritoneal dialysis beside to hemodialysis.
ഈ ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ രോഗത്തിന് വരുന്ന ആളുകൾക്ക് ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരും. അവർ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഡയാലിസിസ് ആണ് ചെയ്യേണ്ടത് എന്നതിനനുസരിച്ചായിരിക്കും അവർ ഇൻപേഷ്യൻസ് ആണോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ചിലവർക്ക് അവിടെ താമസിച്ചുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട് വരാം. ചിലർക്ക് എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വന്നതിന് ശേഷം തിരിച്ച് അവർക്ക് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ രണ്ട് രീതിയിലുള്ള സേവനവും ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയാലിസിസ്, പെരിറ്റോണിയം ഹീമോ ഡയാലിസിന് പുറമെ പെരിറ്റോണിയൽ ഡയാലിസിസ്, അതായത് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങോടും ഈ ഒരു ഡയാലിസിസ് സെന്റർ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ചികിത്സകൾ നൽകുന്ന ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ ബോത്ത് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സേവനം ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഹീമോ ഡയാലിസിസ് മാത്രമല്ല ചെയ്യുന്നത്, പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെ സ്വന്തം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഡയാലിസിസുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും ഈ ഒരു ഡയാലിസിസ് സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഈ ഒരു ഡയാലിസിസ് സെന്ററിൽ എന്തൊക്കെയാണ് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യകതകളാണ്, ഏത് ഏരിയ ആണ് ഈ ഒരു ഡയാലിസിസ് റൂമോ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് ആവശ്യകതകൾ വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ, the dialysis area should be provided with air conditioning. ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു ഏരിയ എങ്ങനെയായിരിക്കണം, എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ഡയാലിസിസ് ഏരിയ സെറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായി പറയുന്നത് എന്താ, each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. ഇവിടെ ഓരോ മെഷീൻസും ആ ഒരു ഡയാലിസിസ് റൂമില് അവിടെ ഉള്ള എല്ലാ മെഷീൻസും ഓരോ മെഷീൻസും എന്ത് ചെയ്യണം, അവിടെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സെന്റർ ഏരിയയിൽ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുന്നത് എന്തിനു വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽസിന്റെ ഈസി മൂവ്മെന്റിന് സഹായിക്കാനും ആൻഡ് ദ റെസസിറ്റേഷൻ എക്യുപ്മെന്റ് വെൻ എവർ നീഡഡ്, എപ്പോഴാണോ ആ ഒരു പുനരുജ്ജീവന ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ BP കുറഞ്ഞു പോവാം, കൂടിപ്പോവാം, ഷുഗർ ലെവൽ കൺട്രോൾ ആവാതെ വരാം, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടാം. അപ്പൊ അങ്ങനെയുള്ള പല പെട്ടെന്ന് അവരുടെ ചിലപ്പോ അവരുടെ ആ ഒരു ശരീരത്തിലെ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആവാം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണോ ഈ എക്യുപ്മെന്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം ഇന്ന സാധനം അവർക്ക് പെട്ടെന്ന് എന്താണോ വേണ്ടത്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനടി അങ്ങനെ വരും കൊടുക്കണം അല്ലെ. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ഉപാധികളും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ എക്യുപ്മെന്റ്സും അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും സെൻട്രൽ ഏരിയയിൽ പ്ലേസ് ചെയ്യുകയും അതുവഴി അതിന് ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ വരെ പോയി എത്താനുള്ള ഒരു സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെൻട്രൽ ഏരിയയിൽ എല്ലാ മെഷീൻസും സ്ഥാപിക്കുന്നത്. Third one, okay, the layout must have facilities for safeguarding a patient's privacy. അവിടെ പേഷ്യൻസിന്റെ പ്രൈവസി അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഡിസൈൻ, അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വകാര്യതയും കൂടി മാനിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ചെയ്യേണ്ടത്. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. Then ഫോർത്ത് പോയിന്റ് നോക്കി, ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂമുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? There should be a distinct areas for dialyzing patients with conditions that need isolation that is desirable to guarantee safety to patients and staff in the dialysis room. This area should have a free water supply and drainage facilities. അവിടെ ഒരു ഐസൊലേഷൻ റൂം വേണം. ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ഒരു ഐസൊലേഷൻ റൂം വേണം. അതായത് നമ്മുടെ നോർമൽ ആയിട്ട്
ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഡയാലിസിസിന് വേണ്ടി വരികയാണെങ്കിൽ അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുക, ഒരു ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റിയതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുക, അവിടെ അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും ആ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും അവരെ കൂടാതെ മറ്റവിടെയുള്ള എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റുന്നത്. ഇനി ആ ഒരു ഏരിയ, ഐസൊലേഷൻ ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. ആ ഒരു ഐസൊലേഷൻ ഏരിയയില് ഫ്രീ ആയിട്ട് വാട്ടർ സപ്ലൈയും അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്, ഒരു ഐസൊലേഷൻ ഏരിയ വേണം. ഡിസ്റ്റിങ്ക്ട് ഏരിയ, ഒരു സെപ്പറേറ്റ് ഏരിയ വേണം. അതായത് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് അതുപോലെ തന്നെ ഐസൊലേഷൻ ചെയ്യാൻ ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പേഷ്യൻസും ഉണ്ടാവുമല്ലോ, അവര് തമ്മിൽ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഐസൊലേഷൻ റൂം വേണം. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഡയാലിസിസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഐസൊലേഷൻ റൂമുകളിൽ വെക്കുകയും അവിടെ മറ്റു പേഷ്യൻസിനും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയൊക്കെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ടാണ് ഇങ്ങനെ ഐസൊലേഷൻ റൂമുകളിലാക്കുന്നത്. നമുക്ക് ഈ ഫോർത്ത് പോയിന്റ് അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഫിഫ്ത് പോയിന്റ്, ദ ഡയാലിസിസ് സെന്റർ ഷാൽ എക്സിബിറ്റ് അപ്രോപ്രിയേറ്റ് സൈനേജ് വിച്ച് ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ്. ഇനി ആ ഒരു ഡയാലിസിസ് സെന്ററിൽ എന്തൊക്കെയാണ് അപ്രോപ്രിയേറ്റ് സൈനേജ് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ. അതായത് നമ്മൾ അറിയാം, അതിങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സൈനേജുകൾ അടയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ ചിഹ്നങ്ങൾ രൂപേണയായിരിക്കാം, അല്ലെങ്കിൽ ചില രൂപകൽപ്പനകളോടുകൂടി ആയിരിക്കാം. അങ്ങനെയുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കുക. അതെങ്ങനെയായിരിക്കണം, ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ്, 2 ലാംഗ്വേജിലെങ്കിലും അത് പ്രദർശിപ്പിച്ചിരിക്കണം. അത് ഒരെണ്ണം നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആണ്, മറ്റൊരെണ്ണം ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് ആണെങ്കിൽ മറ്റൊരെണ്ണം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അല്ലെ, ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും ഒക്കെയാണ്. അപ്പൊ അത് രണ്ടുപേരും മലയാളം വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഒരു 2 ലാംഗ്വേജില് ഈ സെയിം അതായത് ഇവര് കുറച്ച് പ്രിക്കോഷൻ മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ബോധവൽക്കരണം നൽകുന്ന രീതിയിലുള്ള സൈനേജുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കുക. അത് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും ഉണ്ടായിരിക്കണം. ആ 5 ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ എന്താ, ആ ഒരു ഡയാലിസിസ് ഏരിയയില് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞ എന്താ, ഓരോ മെഷീൻസും അവിടെ ഉപയോഗിക്കുന്ന ഓരോ മെഷീൻസും ആ ഒരു റൂമിന്റെ ആ ഒരു അനുവദനീയമായിട്ടുള്ള ആ ഒരു ഏരിയയില് എന്ത് ചെയ്യുക, ഏരിയയുടെ ആ സെന്ററിൽ, അതായത് സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ, അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു ഏരിയയുടെ സെന്ററിൽ പ്ലേസ് ചെയ്യുക. ആ ഒരു സെന്ററിൽ പ്ലേസ് ചെയ്യുന്നത് അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുടെ എന്ത് ചെയ്യുക, ഈസി മൂവ്മെന്റിനും അതുപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യത്തിൽ, അതാണ് ഈ റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് എന്താ, പുനരുജ്ജീവന ഉപകരണങ്ങൾ, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ളവർക്ക് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവരെ പെട്ടെന്ന് അവരുടെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി അവർക്ക് അതിനുള്ള ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ സെന്ററിൽ ഓരോ മെഷീൻസും സ്ഥാപിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ, ആ ഓരോ പേഷ്യൻസിന്റെയും പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത മാനിക്കുന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഡയാലിസിസ് ഏരിയ സെറ്റ് ചെയ്യാനായിട്ട്. അതിന്റെ ആ ഒരു രൂപരേഖ അങ്ങനെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ഫോർത്ത് പോയിന്റ് എന്താ, ഒരു ഐസൊലേഷൻ റൂം വേണം. അവിടെ ഐസൊലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പേഷ്യൻസ്, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അത് ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റിയിട്ട് അവർക്ക് പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. മറ്റു പേഷ്യൻസിനും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് ഇവരെ ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റുന്നത്. ഫിഫ്ത് പോയിന്റ് പറഞ്ഞത് എന്താണ്, അവിടെ 2 ലാംഗ്വേജിലെങ്കിലും എന്ത് ചെയ്യണം, ഈ ഡയാലിസിസ് സെന്ററിൽ സൈനേജുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുക. അതൊന്നില്ലെങ്കിൽ ചിഹ്നങ്ങൾ രൂപേണയോ അല്ലെങ്കിൽ രേഖകൾ പോലെയോ എന്ന രീതിയിലുള്ളതായിരിക്കാം. അപ്പൊ അവിടെ 2 ലാംഗ്വേജ് എന്തായാലും ഉപയോഗിച്ചിരിക്കണം. 2 ലാംഗ്വേജിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അവർക്ക് ബോധവൽക്കരണം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ആ ഒരു 5 പോയിന്റ് ക്ലിയർ ആയോ ഇൻഫ്രാസ്ട്രക്ചർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
A patient and his or her representative or relative has the following rights with regard to the dialysis center. Dialysis center എന്നാണ് കേട്ടോ. അപ്പൊ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അതുമായി അനുബന്ധമായിട്ട് അവിടെ പേഷ്യൻസിന്, അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിന് തീരെ വയ്യാത്ത ആളുകളാണെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആവും. അവർക്ക് കുറച്ച് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ പാലിക്കേണ്ടത് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസിന് അവർക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. First point നോക്കി, provide ample information about the nature, cause of illness, proposed investigations and care, expected result of treatment, likely complications. ഇവിടെ പറയുന്നത് ആ ഒരു രോഗി, ഒരു പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർക്ക് പല ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ട് കഴിഞ്ഞ് അവരുടെ ആ ഒരു റിസൾട്ടിലായിരിക്കും അല്ലെ, അവർ പൂർണ്ണമായിട്ടും അവർക്ക് കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്നു, അപ്പൊ അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഡോക്ടർ പറയുമ്പോ ആ ഒരു ഡോക്ടർ ഡയാലിസിസ് ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ അവരുടെ പേഷ്യൻസിനോടാവാം, അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവിനോടാവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടെ വന്നിരിക്കുന്ന റിലേറ്റീവോ ആരും ആയിക്കോട്ടെ, അവരോട് എന്ത് ചെയ്യണം, ആ രോഗിയുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, അതുപോലെ എന്താണ് അവർക്ക് രോഗം, അതിന്റെ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, ആ രോഗം ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ്, അതുപോലെ നിലവിൽ ഇപ്പൊ എന്തൊക്കെ ടെസ്റ്റുകളാണ്, അവർക്ക് എന്തൊക്കെ പരിശോധനകളും എന്തൊക്കെ പരിചരണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്, ഇനിയിപ്പോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്താണ്, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് എന്താണ് അവരുടെ ആ ഒരു ഫലപ്രാപ്തി അല്ലെങ്കിൽ ഫലം എന്താണ് അത് വഴി കിട്ടാൻ പോകുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അവർക്ക് നൽകിയിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറയുന്ന പോയിന്റ്. Provide ample information about the nature, ആ ഒരു രോഗത്തിന്റെ അവരുടെ ആ ഒരു രോഗിയുടെ രോഗാവസ്ഥ, അതുപോലെ രോഗത്തിന്റെ കാരണം, പിന്നെ എന്താ അവരുടെ എന്തൊക്കെ പരിശോധനകൾ നടത്തി, എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് കൊടുത്തത്, അതുപോലെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി അവർക്ക് ഉണ്ടാവുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്, എന്ത് ഫലമാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് ഉണ്ടാവുന്നത്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഇതുവഴി ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പേഷ്യൻസിന് അവകാശമുള്ള കാര്യമാണ്, അത് അവർക്ക് അറിഞ്ഞാൽ അത് അവർ അറിയേണ്ടതായിട്ട് അവരുടെ അവകാശമാണ്. അപ്പൊ അത് ഹോസ്പിറ്റലുകാർ അത് എന്ത് ചെയ്യണം, അവർക്ക് അതിനെപ്പറ്റിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കി, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് എന്നാണ് കേട്ടോ. Patient has the right to know the bill, so the expected cost of treatment should be discussed before treatment. ഇനി ഒരു പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റ് ചെയ്യുന്ന ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്ന സമയം വരെ അവർക്ക് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവർക്കൊരു എന്താണ് ഏകദേശം ഒരു എത്ര തുകയാവും ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്, എത്ര രൂപ ചിലവാകും എന്നതിന്റെ ബേസിൽ ഏകദേശം എത്ര രൂപ ബില്ല് വരും എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റില്ലോ, ഹോസ്പിറ്റലുകാർക്ക് അറിയാൻ പറ്റില്ലേ. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ആളുകളോട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. അപ്പൊ പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്തല്ല നിങ്ങൾക്ക് ഇത്ര രൂപയാവും, ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര രൂപയാവട്ടോ എന്ന് പറയേണ്ടത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എത്ര രൂപ ഏകദേശം ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർക്ക് ചിലവാകും, എത്ര രൂപ അവർക്ക് ബില്ലായിട്ട് വരും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങള് അവരോട് എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കി, ടു ഇൻഫോം ദി കൺസേൺ പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. ഇനി ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം സർജറി ഒക്കെ ചെയ്യാൻ പോകുന്ന സമയം ഇവിടെ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സർജറി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർ പേഷ്യൻസ് ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്ന റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണോ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവരിൽ നിന്ന് എന്ത് ചെയ്യും,
കൺസേൺ ലെറ്റർ അല്ലെങ്കിൽ ഒരു അനുവാദ ലെറ്റർ എന്ത് ചെയ്യും? കൺസേൺ ഫോം ഇട്ട് മേടിക്കില്ലേ? ഇപ്പൊ ഓപ്പറേഷൻസ് സർജറി ഒക്കെ ചെയ്യുന്നതിന് മുൻപ് അവർ എന്ത് ചെയ്യും? അനുമതി എഴുതി വാങ്ങിക്കും അല്ലെ, ഒപ്പിട്ട് വാങ്ങിക്കും. എന്താണ് നമുക്ക് ഇന്ന പ്രൊസീജിയർ ചെയ്യാനായിട്ട്, സർജറി ചെയ്യാനായിട്ട് സമ്മതമാണ്, എന്താണ് ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് ഇതിൽ എന്തൊക്കെ പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യില്ല, അവർ ഉത്തരവാദികളല്ല എന്നുള്ള രീതിയിലുള്ള കൺസേൺ ലെറ്ററുകൾ ഒപ്പിട്ട് വാങ്ങിക്കാറില്ലേ, കൺസേൺ ഫോമുകൾ. അതുപോലെ തന്നെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ പരിശോധനകൾ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അവരിൽ നിന്ന് അനുവാദം, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ട് അവരുടെ റിലേറ്റീവ്സോ അവരുടെ കൂടെയുള്ള ആരാണോ അവരിൽ നിന്നും എന്ത് ചെയ്യണം, കൺസേൺ എന്താണ് പ്രയർ ടു എന്ന് പറയുന്നത് ആ ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരിൽ നിന്ന് എന്ത് ചെയ്യണം, അനുമതി വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അവരോട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുത്ത് അനുമതി വാങ്ങിയിരിക്കണം. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ടു ഇൻഫോം ദ കൺസേൺ പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്സ്. എന്തെങ്കിലും ഡയാലിസിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെ അവരുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് ആളുകൾ ആരാണോ അവരെ ഇത് അറിയിച്ച് അവരിൽ നിന്നും അനുമതി വാങ്ങിയിരിക്കണം. ഓക്കെ, ഫോർത്ത് പോയിന്റ് നോക്കി, ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ from a proper clinician of patient's choice with records and information being provided by treating hospital. ഇനി ചില വ്യക്തികൾക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അവർക്ക് നമ്മൾ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി, ആ ഡോക്ടർക്ക് മനസ്സിലായി ഈ ഒരു പേഷ്യന്റിനെ ഡയാലിസിസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു കണ്ടീഷനിലാണ് ആ പേഷ്യന്റ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അവരോട് പറയാണ്, അപ്പൊ ഡോക്ടർ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പേഷ്യന്റ് ഇന്ന കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള കാര്യം അവരെ അറിയിച്ചു. അപ്പൊ അവർക്ക് ആ ഒരു ഡോക്ടർ പറയുന്നത് മാത്രം, ചിലർക്ക് അങ്ങനെയല്ലേ, നമ്മൾ ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസം വരില്ല അല്ലെ, ഒരാളെയും കൂടി അല്ലെങ്കിൽ മറ്റൊരാളുടെയും കൂടി ഒരു അഭിപ്രായം തേടാനായിട്ട് ചിലർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, അതായത് മറ്റേതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് അവരുടെ ഒരു അഭിപ്രായവും കൂടി അവർ ഇത് തന്നെയാണ് ഡയാലിസിസ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ രണ്ടാമതൊരു അഭിപ്രായം ചോദിക്കേണ്ടതായിട്ട് മറ്റൊരു ഡോക്ടറിൽ നിന്നും ചോദിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അത് ഓരോ പേഷ്യൻസിനനുസരിച്ചാണ് കേട്ടോ. അവർക്ക് വേണ്ട അവർക്ക് ഇവിടെ തന്നെ ആ ഒരു ഡോക്ടർ ഒറ്റ ഡോക്ടർ പറയുന്ന കാര്യം മനസ്സിലാക്കി അനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതൊരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ അതുമാകാം. അത് പേഷ്യൻസിന്റെ ആ ഒരു റൈറ്റിലുള്ളതാണ് കേട്ടോ. അപ്പൊ അവർക്ക് അത് ചോദിക്കാം, അതങ്ങനെ വേറൊരു ഡോക്ടറെ കണ്ട് ചോദിക്കാവുന്നതാണ്. ഇനി അങ്ങനെ മറ്റൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇവർ ഈ ഒരു നിലവിലുള്ള ഹോസ്പിറ്റലുകളില് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ഈ ഡയാലിസിസ് ചെയ്യണം എന്നുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയ റെക്കോർഡുകൾ എന്ത് ചെയ്യണം, ഇവർക്ക് സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോക്ടറെ കാണാനായിട്ട് അവർ പോകുന്ന സമയത്ത് കൊടുക്കണം. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ്. ആ പേഷ്യന്റിന്റെ ചോയ്സ് ആണ്, മറ്റ് രണ്ടാമതൊരു അഭിപ്രായം ഏത് ഡോക്ടറോട് സ്വീകരിക്കണം, ഏത് ഡോക്ടറിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ളത് ആ പേഷ്യന്റിന്റെ ചോയ്സ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു ഡോക്ടറെയും രണ്ടാമത്തെ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് അവർക്ക് സ്വീകരിക്കാം. ആ ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, ഹോസ്പിറ്റലുകാര് നൽകേണ്ടതാണ്. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത് നോക്കി, ടു കീപ് പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. അവിടെ പേഷ്യൻസിന് ആ ഒരു ട്രീറ്റ്മെന്റ് ചികിത്സ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ ആ ഒരു അന്തസ്സും അവരുടെ ഒരു സ്വകാര്യതയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ ട്രീറ്റ്മെന്റുകൾ നടക്കേണ്ടത്. അപ്പൊ അവരുടെ പ്രൈവസി, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രൈവസിയെ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന മാന്യത അല്ലെങ്കിൽ അന്തസ് അല്ലെ, അതൊക്കെ പാലിച്ചുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം അവിടെ ഓരോ ട്രീറ്റ്മെന്റുകളും നടക്കേണ്ടത്. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് എന്താ, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. HIV പോലെയുള്ള നമുക്കറിയാം ഒരു
ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിൽക്കുന്നവിടത്ത് HIV ബാധിച്ച ഒരാളാണ് വന്നിരിക്കുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ നമ്മളൊരു വേർതിരിവ് കാണിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിവ് കാണിക്കുക. ഇവിടെ ഒരു നോൺ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം, വേർതിരിവ് ഉണ്ടാകാതിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഒരു HIV ബാധിച്ച ഒരു പേഷ്യന്റ് ആണ് അവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്നതെങ്കിൽ കൂടി അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ചികിത്സയിലോ അവരോടുള്ള പെരുമാറ്റത്തിലോ യാതൊരുവിധ വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. അതാണ് 6th പോയിന്റ്. ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. HIV പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ കൂടി അവർക്ക് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന ആ ഒരു പെരുമാറ്റം എന്ന ബിഹേവിയറിലോ യാതൊരുവിധ വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. 7th point നോക്കി, to try redressal in case of any grievance based on services provided by the establishment. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന സേവനങ്ങളില് എന്തെങ്കിലും പരാതികൾ, അതാണ് ഗ്രീവിയൻസസ് എന്ന് പറയുന്നത്, പരാതികള്. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരം, പരാതി പരിഹാരം. അപ്പൊ ഇവിടെ ഡയാലിസിസ് സെന്റർ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സേവനങ്ങളില് എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ, ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തുക. അതാണ് try to find out redressal, പരിഹാരം ഇൻ കേസ് ഓഫ് ഗ്രീവിയൻസ്. എന്തെങ്കിലും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പ്രോബ്ലംസ് അല്ലെങ്കിൽ പരിഹാരം, പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യണം? പരിഹാരം കണ്ടെത്തേണ്ടതും ആരാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കി, ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ആ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? രോഗിയുടെ ആ ഒരു രോഗം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, രോഗിയുടെ ആ രോഗം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതുപോലെ അവർക്ക് എന്തൊക്കെ പരിശോധനകൾ നടത്തി, എന്തൊക്കെ പരിചരണങ്ങൾ നൽകി, അതുപോലെ ഇവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് ഉണ്ടാവുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്, ഫലം എന്താണ്, അതുപോലെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി എത്ര തുക ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി ചിലവാകും, അവരുടെ ആ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിൽ എമൗണ്ട് എത്രയാണ് എന്നുള്ള കാര്യം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറഞ്ഞ് അവരോട് ഡിസ്കസ് ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? എന്തെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകളോ അല്ലെങ്കിൽ പ്രത്യേക ട്രീറ്റ്മെന്റുകളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അവരുമായിട്ട് ഇൻഫോം ചെയ്ത് അവരിൽ നിന്നും എന്ത് ചെയ്യുക? അനുമതി വാങ്ങേണ്ടതാണ്. 4th പോയിന്റ് പറഞ്ഞ എന്താണ്? പേഷ്യൻസിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, മറ്റൊരു ഡോക്ടറെയും കൂടി കണ്ടിട്ട് അവർക്ക് ഒന്ന് ഉറപ്പുവരുത്തണം, ഈ ഡയാലിസിസ് തന്നെ ചെയ്യണം എന്ന് ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊരു ഡോക്ടറെ കണ്ട്, പേഷ്യൻസിന്റെ ചോയ്സിലുള്ള മറ്റൊരു ഡോക്ടറെ കണ്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് ഒപ്പീനിയൻ, രണ്ടാമതൊരു അഭിപ്രായം തേടാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും എന്ത് ചെയ്യണം? അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നിലവിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് 5th പോയിന്റ് പറഞ്ഞത് എന്താണ്? ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ പേഷ്യൻസിന്റെ അവരുടെ ഒരു സ്വകാര്യതയും അന്തസ്സിനെയൊക്കെ മാനിക്കുന്ന രീതിയിൽ, അതൊക്കെ സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റുകളായിരിക്കണം അവിടെ ചെയ്യേണ്ടത്. 6th പോയിന്റ് എന്താ? HIV പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ചികിത്സയിലോ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലോ യാതൊരുവിധ വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. 7th പോയിന്റ് എന്താ പറഞ്ഞത്? അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന് ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാര് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? ആ 7 പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? പേഷ്യൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
ഫസ്റ്റ് വൺ നോക്കി, പ്രൊവൈഡ് ഇൻഫർമേഷൻ. എന്താ ചെയ്യേണ്ടത്? പേഷ്യൻസ് അവരുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനെ കുറിച്ചുള്ള, പേഷ്യൻസിന് സ്വന്തമായിട്ട് അവരുടെ എന്താണ് അവരുടേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവല്ലോ, പേഴ്സണൽ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആദ്യമായിട്ട് വരുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവാം, അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫർമേഷൻസും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക, നൽകുക. രണ്ടാമത്തത്, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. ഇവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു സമയം ആ ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യുക? പേഷ്യൻസ് അസോസിയേറ്റ് ചെയ്തതിൽ സഹകരിക്കുക. എന്നാൽ മാത്രമല്ലേ ആ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ പേഷ്യൻസ് മാത്രം, ഡോക്ടർ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമാണോ? പേഷ്യന്റ് കൂടി ഡോക്ടറോട് സഹകരിക്കുന്നത് വഴി ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ഒരു ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാനായിട്ട് സാധിക്കും. ഡോക്ടറുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുക? സഹകരിച്ച് ആ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുക. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എബൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. അപ്പോ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ഡയാലിസിസ് ടീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന, ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു റൂമില് എല്ലാവരും അവരാരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ ഒരു പേഷ്യൻസിന് നൽകുന്നത് ആ നിർദ്ദേശങ്ങളൊക്കെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക? പാലിക്കുക. അതാണ് അബൈഡ് ഓൾ ഇൻസ്ട്രക്ഷൻസ്. കിട്ടുന്ന നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ പാലിക്കുക. പേഷ്യൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആണ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. ഹോസ്പിറ്റൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് ഉണ്ടാവും അല്ലെ? ആ ട്രീറ്റ്മെന്റിന് ഇത്ര രൂപ എന്നവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ഹോസ്പിറ്റൽ നിശ്ചയിച്ചിട്ടുള്ള ആ ഫീസ് അതെന്ത് ചെയ്യുക? കറക്റ്റ് കൃത്യമായ സമയത്ത് തന്നെ എന്ത് ചെയ്യുക? പേ ചെയ്യുക അല്ലെങ്കിൽ അടയ്ക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ്, റെസ്പെക്ട് nobility of doctors and other hospital staff. ഡോക്ടേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുടെയും ഒരു നൊബിലിറ്റി, അവരുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ മഹാമനസ്കതയൊക്കെ മനസ്സിലാക്കി അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി പെരുമാറുക. ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഒന്നാമത് പറഞ്ഞ എന്താ? പ്രൊവൈഡ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിക്കോട്ടെ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുക. രണ്ടാമത്തത് എന്താ? ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ സഹകരിക്കുക. മൂന്നാമത് എന്താ പറഞ്ഞേ? ആ ഡയാലിസിസ് ടീം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക? പാലിക്കുക. നെക്സ്റ്റ്, പേ ഹോസ്പിറ്റൽ അഗ്രീഡ് ഫീസ് ഓൺ ടൈം. അപ്പൊ ഹോസ്പിറ്റലുകാർ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഫീസ് കൃത്യസമയത്ത് പേ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അവിടുത്തെ ഡോക്ടേഴ്സിനോടും മറ്റ് സ്റ്റാഫുകളോടും എന്ത് ചെയ്യുക? അവരുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു മഹാമനസ്കത മനസ്സിലാക്കി അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബഹുമാനത്തോടെ പെരുമാറുക. ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. കിട്ടിയോ? പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമായി നമ്മള് നെക്സ്റ്റ് ഈ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോ പോയിന്റ്സും വളരെ മീനിങ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണെങ്കിൽ കൂടി വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് മീനിങ് മനസ്സിലാക്കി വെച്ചൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നോക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതിന്റെ മീനിങ്സ് ഒന്ന് പറഞ്ഞ് കിട്ടിയെടുക്കാൻ ക്ലിക്ക് ആവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, അപ്പൊ നോക്കി ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഫസ്റ്റ് പോയിന്റ്, ഓരോ പോയിന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മെസ്സേജ് എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സേഫ്റ്റി, കംഫർട്ട് ആൻഡ് വെൽബീയിങ്. അതായത് അവിടെ പേഷ്യൻസ് അവർ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ആ ഒരു സുരക്ഷിതത്വവും അവരുടെ ആ ഒരു കംഫർട്ട് ആൻഡ് വെൽബീയിങ്, അവരുടെ ആ ഒരു ക്ഷേമത്തെയൊക്കെ മാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ പേഷ്യൻസിന് ഒരു നല്ല രീതിയിലുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, നല്ല ഉയർന്ന നിലയിലുള്ള ഒരു പരിചരണമാണോ അവിടുത്തെ ആ ഒരു ക്ലിനിക്കൽ ടീം ഈ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം.
എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ ആ ഒരു സുരക്ഷിതത്വം, അവരുടെ ആ ഒരു കംഫർട്ട് ആൻഡ് വെൽബീയിങ്, അവരുടെ ആ ഒരു സുരക്ഷിതത്വം, കംഫർട്ട്, ക്ഷേമം പോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ക്ലിനിക്കൽ ടീം ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഡയാലിസിസ് ടീം, ആ ക്ലിനിക്കൽ ടീം എല്ലാ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, നല്ല ഉയർന്ന നിലയിലുള്ള ഒരു പരിചരണമാണോ ഈ ഓരോ പേഷ്യൻസിനും അവിടെയുള്ള എല്ലാവരും കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. എക്സാമിൻസ് ആൻഡ് സോൾവ്സ് പ്രോബ്ലംസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നഴ്സ് ക്ലിനിഷ്യൻ concerning patient care and management and associated with other departments and care providers. നിങ്ങൾ അതിന്റെ ഒരു ഓവറോൾ മീനിങ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു പോയിന്റ് വൈസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ ആരൊക്കെയുണ്ട്? നേഴ്സ് ഉണ്ട് അല്ലെ, നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, പിന്നെ എന്താ മാനേജ്മെന്റ് സ്റ്റാഫുകളുണ്ട് അല്ലെ, പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കുന്ന, അതാണ് അസോസിയേറ്റ് ചെയ്യുക, സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ കെയർ പ്രൊവൈഡേഴ്സും ഉണ്ട്. ഇവരൊക്കെ ഒരു ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. നേഴ്സസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട മറ്റ് അസിസ്റ്റന്റുകൾ ആയിക്കോട്ടെ, മാനേജ്മെന്റിലെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചു പോകുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോ കെയർ പ്രൊവൈഡേഴ്സും ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് അല്ലെ, ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പരിശോധിക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്ത് അല്ലെങ്കിൽ പരിശോധിച്ച ശേഷം ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കിട്ടിയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് gather, assess, screen and respond to a wide range of requests for information from patients and other staff who represent different levels of the organization. ഒന്നുകൂടി പറയണോ? തേർഡ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ആണോ നവീൻ ചോദിക്കുന്നത്? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? അവിടെ ആരൊക്കെയുണ്ട് ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാവരും, അതിൽ നേഴ്സസ് ഉൾപ്പെടാം, ഡോക്ടേഴ്സ് ഉൾപ്പെടാം അല്ലെ, അതുപോലെ തന്നെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റുകളുണ്ട്, മാനേജ്മെന്റ് സ്റ്റാഫുകളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടതും അതിനെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ. ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കളക്ട് ചെയ്യുക. ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മീനിങ് ഒന്ന് എഴുതി വെക്കുക. കളക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. അസസ് ചെയ്യുക എന്താ? വിലയിരുത്തുക. സ്ക്രീനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. ആൻഡ് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രതികരിക്കുക. ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം പേഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് who represent different levels of the organization. ഈ നമ്മളെ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചതല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട് ഓർഗാനോഗ്രാം പഠിക്കുന്നുണ്ട്. അതിൽ അവരെങ്ങനെയാ അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് അവരുടെ ഡിഫറെന്റ് ലെവൽ ആയിട്ടല്ലേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹെഡിൽ ഒരാള്, അതിന് കീഴിൽ മറ്റൊരാള്, അതിന് കീഴിൽ മറ്റൊരാള്, അങ്ങനെയല്ലേ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അവിടെ. അപ്പൊ അതേപോലെ ഓരോരുത്തരും എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന ഓരോ സ്റ്റാഫുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു സ്ഥാപനത്തിന്റെ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്ന പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പൊ ആ സ്റ്റാഫുകളും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് പേഷ്യൻസും അവരിൽ നിന്നും, സ്റ്റാഫുകളിൽ നിന്നും, അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളിൽ നിന്നും അവിടെയുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു?
കളക്ട് ചെയ്യും. അതാണ് ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അതെന്ത് ചെയ്യും, അസസ് ചെയ്യും, വിലയിരുത്തും. അതിനുശേഷം അതെന്ത് ചെയ്യും, ചെക്ക് ചെയ്തതിന് ശേഷം റെസ്പോണ്ട് ചെയ്യും. എന്ത് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ്. ഇപ്പൊ പേഷ്യൻസിൽ നിന്നാണെങ്കിലും സ്റ്റാഫുകളും അവരാണല്ലോ അവിടെ കൈകാര്യം. ഇപ്പൊ സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ അവർ തമ്മിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ റൂമുകളിലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്നൊക്കെ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നും സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഓരോ ഇൻഫർമേഷൻസ് അവർ കൊടുക്കും. ആ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻസ് എല്ലാം ഇവർ കളക്ട് ചെയ്ത് ഇവർ എന്ത് ചെയ്യണം, അതിനെ വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തിയതിനു ശേഷം ഏറ്റവും കൂടുതലായിട്ട് റിക്വസ്റ്റ് വരുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതലായിട്ട് ഏതാണോ മാറ്റം വരുത്തേണ്ടത് അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയാലിസിസ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അവരാരൊക്കെയുണ്ട്, എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ അവിടെയുള്ള ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പേഷ്യൻസിൽ നിന്നും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ആ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യും, വിലയിരുത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഏത് സാധനമാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ മാറ്റം വരുത്തേണ്ടതായിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഐറ്റം എന്താണോ ചെയ്യേണ്ടത്, അത് നല്ല മാറ്റങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതാരാ ചെയ്യേണ്ടത്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കിട്ടിയ പോയിന്റ്? ഓക്കെ. Next point, helps in the development and implementation of the discharge plans, including appropriate community services. അപ്പൊ ഇവിടെ നമുക്കറിയാം ചില ആളുകള് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി, അവർ ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അവർ നമ്മുടെ റിലീജിയൻ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അവരുടെ ആ ഒരു കാസ്റ്റ് പോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില എന്താണ് ഡിസ്കൗണ്ട്സ് അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരിപ്പോ അവര് ഡയാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന സമയത്ത് ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി സേവനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടുകളോ കാര്യങ്ങളോ ഒക്കെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ബില്ലിലൊക്കെ നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ചാർജ് പ്ലാൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നടപ്പിലാക്കുകയും വേണം. അതിനെ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഹെൽപ്സ് ഇൻ ദി development and implementation of the discharge plan. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ആ ഒരു രോഗികൾക്ക് വേണ്ടിയിട്ട് ഡിസ്ചാർജ് പ്ലാനുകൾ നിർമ്മിക്കും, തയ്യാറാക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറയുന്നത്? കമ്മ്യൂണിറ്റി സേവനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കിട്ടിയോ പോയിന്റ്? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis services through communication with the facilities verification process. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്. ആ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഡയാലിസിസ് സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ഇൻഷുറൻസിന്റെ ബേസിസിൽ അവർക്ക് ഇന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ചില ഇൻഷുറൻസ് കമ്പനീസ് പോളിസീസിൽ പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ചില എല്ലാ ഫെസിലിറ്റീസും ഒന്നും നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കവറേജിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസ്, അതായത് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനങ്ങൾക്കായിട്ട് വരുന്ന പേഷ്യൻസിന് അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ, അതാണ് ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഫെസിലിറ്റി ആണോ അവർക്ക് ലഭ്യമാകുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഷുറൻസ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഇൻഷുറൻസ് പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അവർ എന്ത് ചെയ്യുക, സഹായിക്കുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കാരണം അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്
required to get outpatient dialysis services. Outpatient dialysis service കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവര് പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ അവരെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇവരെ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കിട്ടിയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, link be in contact with a multidisciplinary healthcare team in a purposeful, goal-directed fashion, work eagerly to maximize the effectiveness of resource utilization. ഇവിടെ പറയുന്നത് എന്താണ്? ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത്, അതായത് ഡയാലിസിസ് കോർഡിനേറ്റർ ആരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരണം എന്നാണ് പറയുന്നത്. ആരുമായിട്ടാണ് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത്? വിത്ത് എ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത് പല പ്രൊഫഷണലിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ പല മേഖലയിൽ നിന്ന് വരുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ മാത്രം അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് അവർക്കുള്ള ട്രീറ്റ്മെന്റുകളുടെ ഭാഗമാകുന്നത് അല്ല, അല്ലെ? ഒത്തിരി മേഖലയിൽ അല്ലെങ്കിൽ ഒത്തിരി ഫീൽഡിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ഇവിടെ വരുന്നുണ്ട്. ടെക്നീഷ്യൻസ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, അല്ലെ? പല മേഖലയിലുമുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഇതിന് ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പല മേഖലയിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഈഗർലി വർക്കിംഗ്, എന്താണ്, വളരെ ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അവിടെയുള്ള എല്ലാ റിസോഴ്സസും, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒത്തിരി എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് എല്ലാ എക്വിപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഉണ്ട്, അല്ലെ? അപ്പൊ ആ കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും വിനിയോഗിച്ചുകൊണ്ട്, അതാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, എല്ലാ വിഭവങ്ങളും വിനിയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം. എന്താണ് അവിടെ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം? ആ പേഷ്യന്റിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അതുവഴി നല്ലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെയുള്ള പല ഹെൽത്ത് പ്രൊഫഷണൽസിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതുവഴി നമുക്ക് ആ പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം, ഒരു കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ, goal directed fashion, work eagerly to maximize the effectiveness of resource utilization. അവിടെയുള്ള എല്ലാ വിഭവങ്ങളും, അതിപ്പോ അവിടുത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റു ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അതുപോലെ തന്നെ അവിടെയുള്ള എക്വിപ്മെന്റ്സ്, അവിടെയുള്ള മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവിടുത്തെ ആ ഒരു റിസോഴ്സിൽ വരുന്നതാണ്, അല്ലെ? അവിടുത്തെ ആ ഒരു വിഭവത്തിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സിനെ മാക്സിമൈസ് ചെയ്യുക, അതിന്റെ യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ആ വിഭവങ്ങൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. അതുവഴി ആ ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യുക? വളരെ മെച്ചമായിട്ടുള്ളത് ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർക്ക് നല്ല രീതിയിലുള്ള മികച്ച പരിചരണം കൊടുക്കാനും അതുവഴി അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ട് മാറാനും സഹായിക്കുന്നു. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആരുണ്ടാക്കിയെടുത്തിരിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉണ്ടാക്കിയെടുത്തിരിക്കണം. അതാണ് ആ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കി. ഹെൽപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് to or from dialysis facility. ഇനി ഈ ഒരു ഡയാലിസിസ് നൽകുന്ന ആ ഒരു സേവനവുമായി ബന്ധപ്പെട്ട ആ ഡയാലിസിസ് സെന്റർ ഉണ്ടല്ലോ, അവിടേക്ക് പേഷ്യന്റിന് വരണ്ടേ? ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡയാലിസിസ് സെന്ററിലേക്ക് വരണം. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചെന്ത് ചെയ്യണം? തിരിച്ചു പോവുകയും വേണം. അതാണ് പേഷ്യന്റ് ടു ഓർ ഫ്രം. അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ആ ഒരു വരുന്നതിനുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ ചിലർക്ക് അവിടെ നിന്ന് വന്ന് ഡയാലിസിസ് സെന്ററിലേക്ക് വരാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഡയാലിസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് അവരുടെ ആ ഒരു വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് അവരെ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടേഷൻ, ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ട് ഇങ്ങോട്ട് വരാനും തിരിച്ച് ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോകാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ സഹായിക്കണം.
നെക്സ്റ്റ് വരുന്നത് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ഓരോ പേഷ്യൻസിനും എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർക്ക് ചെയ്തത്, അതുപോലെ എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുകയും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും വേണം. അതാണ് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് എല്ലാം ശരിയായ രീതിയിൽ കളക്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയും അതിനെ നിരീക്ഷിക്കുകയും അതിന്റെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പ്രിപ്പയർ ഫയൽസ്, retrieves and keep records and documents from departmental ഫയൽ സിസ്റ്റം എന്നാണ് കേട്ടോ, ഫയൽ സിസ്റ്റം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഫയൽ സിസ്റ്റം ഉണ്ട് അല്ലെ, കുറെ റെക്കോർഡുകളും ഡോക്യുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം ഉണ്ട് ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അങ്ങനെ അവിടെ ഇതിന് വേണ്ടിയിട്ട് അപ്പൊ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്, അതുപോലെ നിലവിലുള്ള പേഷ്യൻസ്, മുൻപ് എന്തെങ്കിലും പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ പേഷ്യൻസ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, പുതിയതായിട്ടുള്ള ഫയലുകളാണ് ഉണ്ടാക്കണം അല്ലെ. നമ്മളൊരു പുതിയ ചീട്ട് എടുക്കുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള ഫയൽ റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, ഒരു ഫോം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ. പുതിയൊരു ഫയൽ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതാണ് പറയുന്നത് പ്രിപ്പയർ ഫയൽസ്. പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫയലുകൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. ഇനി ഓൾറെഡി ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഫയൽ എന്ത് ചെയ്താൽ മതി, റിട്രീവ് ചെയ്താൽ മതി, വീണ്ടെടുത്താൽ മതി അല്ലെ. നമ്മളിപ്പോ ഓൾറെഡി അവിടെ മുമ്പൊക്കെ ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു കാർഡ് കാണിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ആ ഫയല് തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പുതിയ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പുതിയതായിട്ടുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി പഴയ ഓൾറെഡി അവിടെ എന്താണ് മുൻപ് കാണിച്ചിരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ആ ഫയൽ എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടെടുക്കണം. അതുപോലെ തന്നെ ആ ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള എല്ലാ റെക്കോർഡ്സും എല്ലാ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ കീപ്പ് ചെയ്യണം. കിട്ടിയ പോയിന്റ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓഫ് മീറ്റിംഗ്സ് ടു ഡിസ്കസ് schedule patient requirements and continue improvement efforts of reminders. ഇതിൽ പറയുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ഒരു ഡെയിലി റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് അവിടെ ഡെയിലി റൗണ്ട്സിന് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യകതകളുണ്ടോ, അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അപ്പൊ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യകതകളാണുള്ളത്, അതുപോലെ അവർക്ക് ആ ഒരു ഡോക്ടർ കൊടുത്തിരിക്കുന്ന ആ ഒരു നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ആയിട്ട് എല്ലാ പേഷ്യൻസിനും കിട്ടുന്നുണ്ടോ, അതുപോലെ എന്ത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അവിടെ നടക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഡെയിലി റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ആര് അറ്റൻഡ് ചെയ്തിരിക്കണം, ഡയാലിസിസ് കോർഡിനേറ്റർ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള മീറ്റിംഗ്സ് അല്ലെങ്കിൽ റൗണ്ട്സ് ഡെയിലി അവർ അറ്റൻഡ് ചെയ്യുന്നത് വഴി അന്നുള്ള പ്രോബ്ലംസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് തീർത്ത് പോവാനായിട്ട് പറ്റും. ആ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ അതുപോലെ അവരുടെ ആ ഒരു പേഷ്യന്റിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന് ഇങ്ങനെയുള്ള ഡെയിലി റൗണ്ട്സോ മീറ്റിംഗ്സോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് വഴി ആ ഒരു ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ ലാസ്റ്റ് പോയിന്റ്? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ് കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഇത്രയും കൊണ്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. നിർത്തുന്നതിന് മുൻപ് ഒന്ന് പറഞ്ഞേക്കട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇതിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അതിനുശേഷം നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ ചാപ്റ്റർ 27 ആണ്, മോർച്ചറി സർവീസസ് കേട്ടോ. മോർച്ചറി സർവീസ് ആണ് തുടങ്ങാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ നോട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഒരു ക്ലാസ് കിട്ടാത്തത് കൊണ്ട് ഇത് പറയുന്നതാണ് കേട്ടോ. നിങ്ങള് ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടെങ്കിൽ അന്ന് ചോദിച്ചേ വേഗം.
ഫസ്റ്റ് പോയിന്റ് ഒന്നും പറയുന്നില്ല. അതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മികച്ച പരിചരണം ആ ക്ലിനിക്കൽ ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. രണ്ടാമത് പറഞ്ഞെന്താ, അവിടെയുള്ള സ്റ്റാഫുകളുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഇവരുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, അതിനെ പരിശോധിച്ച് അതിനെ സോൾവ് ചെയ്യുക. മൂന്നാമതായി പറഞ്ഞ എന്താ, അവിടെയുള്ള സ്റ്റാഫുകളിൽ നിന്നും പേഷ്യൻസിൽ നിന്നും ഒക്കെ ഉള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിനെ വിലയിരുത്തിക്കൊണ്ട് അവർ കൂടുതലായിട്ടും എന്ത് റിക്വസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ഉന്നയിക്കുന്ന ആശയം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ആവശ്യത്തിനനുസരിച്ച് നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് എന്താ, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവിടെ ആ ഒരു ഡിസ്ചാർജ് ചെയ്തവർ പോകുന്ന സമയത്ത് ആ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഡിസ്ചാർജ് പ്ലാനുകൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞ എന്താ, ഇൻഷുറൻസ് ഇഷ്യൂസ്. ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനവുമായി ബന്ധപ്പെട്ട് അവിടെ അവരുടെ ഫെസിലിറ്റി എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനവരെ സഹായിക്കുക. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായി കൂടി ചേർന്ന് അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന് ആ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും അവിടെയുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞ, പേഷ്യൻസിന് ആ ഒരു ഡയാലിസിസ് സെന്ററിലേക്ക് വരാനും തിരിച്ചു പോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർക്ക് അതിനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുക. നെക്സ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം എന്താ, അത് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക. നിലവിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഫയൽസ് എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഡയാലിസിസ് കോർഡിനേറ്റർ ഡെയിലി റൗണ്ട്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നത് വഴി അവിടെ പേഷ്യൻസ് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അവരുടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് അവർക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് ഡയാലിസിസ് കോർഡിനേറ്ററിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ? പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയിട്ട് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഒന്ന് വായിച്ചിട്ട് വന്നോട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. താങ്ക് യു.